ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ FIUGP ഡിഗ്രി അഡ്മിഷൻ 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. സൈറ്റിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ 19, 20, 21, 23 തീയതികളിൽ കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ടെമ്പററി അഡ്മിഷൻ മീൻ ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അലോട്ടഡായി വന്നിട്ടുള്ള കോളേജിൽ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ആ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ നിങ്ങൾക്ക് പോയി ടെമ്പററി അഡ്മിഷൻ നിലവിലെടുത്തത് ക്യാൻസൽ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. അല്ലാതെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ തീയതികളിൽ പോയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അലോട്ടഡ് ആവുന്ന വിദ്യാർത്ഥികൾ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അത് അടയ്ക്കണം, നിർബന്ധമാണ്. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അതുപോലെ തന്നെ അപ്പയർ ID ക്രിയേറ്റ് ചെയ്യണം. അപ്പയർ ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. FIUGP അഡ്മിഷൻ പ്രൊസീജിയർ എന്ന പ്ലേലിസ്റ്റ് നമുക്ക് നമ്മുടെ ചാനലിലുണ്ട്. അതിൽ നോക്കി നിങ്ങൾക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ സെക്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിട്ടും. അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നൽകിയേക്കാം. അപ്പം അപ്പയർ ID ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ഇന്ന് തന്നെ അടയ്ക്കാൻ ശ്രമിക്കുക. ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കുക. പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലാണ്ട് മറ്റു ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിലവിൽ നമ്മുടെ അറിവിലുള്ളത്. മറ്റ് ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ച് അതിൻ്റെ റിസിപ്റ്റ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ അപ്പയർ ID ക്രിയേറ്റ് ചെയ്യുക. പറഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ടൈമിൽ തന്നെ കോളേജിൽ പോയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ നഷ്ടമാവുന്നതാണ്. ആൻഡ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ബാക്കി ഓപ്ഷനുകളെല്ലാം തന്നെ, അതായത് 10ാമത്തെ ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ട് ഉണ്ടാകുന്നതെങ്കിൽ ആ 10ന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് മാറ്റണില്ലെന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആവാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. സെക്കൻഡ് അലോട്ട്മെൻ്റ് ഉണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 25 ആണ്. 25-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ടഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ടത് വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിലാണ് അലോട്ട്മെൻറ്റ് പിന്നീട് അങ്ങോട്ട് നടക്കാം. കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, സ്പോട്ട് അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ആൾസോ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിന് ആ ഒരു കോഴ്സിൽ ആ ഒരു കോളേജിൽ ആഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്, അതായത് അലോട്ടഡ് ആയിട്ടുള്ള ലാസ്റ്റ് കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇൻഡെക്സ് മാർക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഒഫീഷ്യൽ ഇൻഫർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക. ബാക്കി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളും കൃത്യമായിട്ട് ടൈം പീരീഡിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.